പൈസ കയ്യിലില്ലാതെയാണ് ഹോസ്റ്റലിൽ നിന്നതെങ്കിലും രാവിലെ ഞാൻ വീണ്ടും പണക്കാരനായിട്ടോ. പിന്നെ തായ്ലൻഡിന്റെ വടക്കേ അറ്റത്തുള്ള ചിയാങ് മായിലേക്ക് പോകാനുള്ള മാർഗം നോക്കുന്നതിനിടെ അപ്രതീക്ഷിതമായിട്ട് വന്നു ചേർന്ന കാഴ്ചകളും ആളുകളും ഭക്ഷണവും അനുഭവങ്ങളും കൊണ്ട് സമ്പന്നമായിരുന്നു ഈ ദിവസം. ചിരിക്കുന്നുണ്ടോ? 40 above. 40 above. You look young. അങ്ങനെ ഹോസ്റ്റൽ ജീവിതം കഴിഞ്ഞ് പുറത്തിറങ്ങാൻ കേട്ടോ. ഹോസ്റ്റൽ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൈറ്റ് താമസിച്ചാണ്. നൈസ് പരിപാടിയാണ് കേട്ടോ. അതായത് ഇന്നേ വരെ ഇന്ത്യക്ക് പുറത്ത് ഒരു ഹോസ്റ്റലിൽ പോയി താമസിച്ചിട്ട് അതൊരബദ്ധമായി എന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല കേട്ടോ. എല്ലാ ഹോസ്റ്റലിലും വ്യത്യസ്തമായ അനുഭവങ്ങളായിരുന്നു. ഇവിടെ എന്തോ മരാമത്ത് പണി നടക്കുന്നുണ്ട്, അതിൻ്റെ സൗണ്ടാണ്. ഇപ്പോൾ ദാ നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് പുറത്തിറങ്ങാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂമായിരുന്നു. 6 ബെഡാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഒരു ബെഡിലെ താഴത്തെ ഭാഗം കിട്ടി. നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. ഒരൊറ്റ പ്രശ്നമുള്ളൂ, നമുക്ക് പ്രൈവസി കാര്യമായിട്ട് ഉണ്ടാവില്ല എന്നുള്ളൂ. ചില ഹോസ്റ്റലിൽ ഒരു കേർട്ടൻ ഉണ്ടാവും, ഇതിന് കേർട്ടൻ ഉണ്ടായിരുന്നില്ല. പിന്നെ ശബ്ദത്തിൽ ഫോൺ ചെയ്യാനോ മൊബൈലിൽ അങ്ങനെ പാട്ട് വെക്കാനോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും പറ്റില്ല. അതൊക്കെ ശ്രദ്ധിക്കണം. എങ്കിൽ പോലും ഒരു നൈസ് എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യം, നല്ല നീറ്റും ക്ലീനും ആയിട്ടുള്ള ബാത്റൂമാണ്. അത്യാവശ്യം നമുക്ക് എന്തെങ്കിലും സേഫായിട്ട് വെക്കണമെങ്കിൽ ഈ ലോക്കേഴ്സ് ഉണ്ട്. പിന്നെ ഒരു ഡു നോട്ട് സൈൻ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഡു നോട്ട് സൈൻ ഉണ്ട് ബാത്റൂമിനകത്ത്. അത് കുറച്ച് കോമഡി ആയിരുന്നു. എന്തായാലും കുളിച്ച് റെഡിയായി ഇപ്പോൾ ദാ പുറത്തിറങ്ങി. ഈ ഹോസ്റ്റലിൻ്റെ റിസപ്ഷൻ്റെ 2-3 റൂം ഇപ്പുറത്ത് അപ്സ്റ്റെയറിലാണ് കിടക്കാൻ കിട്ടിയ റൂം കേട്ടോ. അപ്പോൾ അവർ പ്രത്യേകം പറയുന്നുണ്ട് ചെക്കൗട്ട് സമയത്ത് നിങ്ങൾ ടവല് റിസപ്ഷനിൽ കൊണ്ട് കൊടുക്കണമെന്ന്. അപ്പോൾ ഞാൻ അതെടുത്ത് ഇറങ്ങിയതാണ് കേട്ടോ. മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഈ ഒരു കോമ്പൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ 2-3ഓളം ഹോസ്റ്റൽസ് ഉണ്ട് കേട്ടോ. ഇവിടെ കണ്ടോ, അത്യാവശ്യം നല്ല ഗ്രീനറി ഒക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ഹോസ്റ്റലിലെ ഭക്ഷണം കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇരിക്കാനുള്ള സ്ഥലം കേട്ടോ. കണ്ടോ എന്ത് നൈസാണ് നോക്കിയാൽ. ഇവിടെയാണ് ഒരു കോമൺ ഏരിയ കേട്ടോ. റെസ്റ്റോറൻ്റ് ഒക്കെ ഈ കാണുന്നതാണ്. റിസപ്ഷനും അതിനകത്ത് തന്നെയാണ്. നമുക്ക് എന്തായാലും ചെക്കൗട്ട് ചെയ്യാം. ഇതിനകത്ത് കണ്ടോ ഇങ്ങനെ ഒരു രസമാണ്. രാവിലെയൊക്കെ ഇവിടെ വരുമ്പോൾ നിറയെ ആൾക്കാരായിരിക്കും. ഇത് ഞാൻ ജസ്റ്റ് 1-2 ഷോട്ട് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ബിയർ പോങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ഗെയിമുകളൊക്കെ നടക്കും കേട്ടോ. രാത്രിയിൽ മിക്ക ദിവസമുണ്ട്. പിന്നെ ഈ കരോക്കെ പരിപാടികളും ഒക്കെ ഉണ്ട്. ആളുകൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ വർക്ക് ചെയ്യും. കൊള്ളാം, മൊത്തത്തിൽ നൈസ് പരിപാടിയാണ്. നമ്മളങ്ങനെ ചെക്കൗട്ട് ചെയ്തു കേട്ടോ. ശരിക്കും ഇവരുടെ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 500 ബാത്ത് അവർ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വാങ്ങിക്കും. ഞാൻ പിന്നെ പൈസ ഇല്ലാത്തതുകൊണ്ട് വേറൊരു സംവിധാനത്തിലാണ് കേട്ടോ ചെയ്തത്. പേയ്മെൻ്റൊക്കെ ചെയ്തു, ഓക്കെയാണ്. 250 ബാത്ത് ആവറേജ് വരുന്നുള്ളൂ ഒരു ബെഡിന് കേട്ടോ. 250 ബാത്ത് വരില്ല, അതിന് താഴെ ഉള്ളൂ കേട്ടോ. അടിപൊളിയാണ് എന്തായാലും. ഓക്കെ, ഞാൻ ഒരാളെ കാണിച്ചു തരാം. ഹായ് സർ. ഹായ് രഞ്ജിത്ത് സർ അല്ലേ? എനിക്ക് മലേഷ്യയിലെ മുജീബ്ക്ക് പരിചയപ്പെടുത്തുന്നതാണ് കേട്ടോ. ഇദ്ദേഹമാണ് എനിക്കിവിടെ രക്ഷകനായി വന്നത്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഇപ്പോൾ ഒരു ദിവസം മുഴുവൻ ഞാനിവിടെ പൈസ ഇല്ലാതെ ആണ് ജീവിച്ചത്. ബാങ്കോക്കിൽ 1 രൂപ ഇല്ലാതെ ഒരു ദിവസം കഴിഞ്ഞു കൂടിയ ആളാണ്. ഞാനടക്കം പഠിക്കേണ്ടതാണ്. അതെ അതെ, അങ്ങനത്തെ കുറെ ഐഡിയകളുണ്ട് പൈസ ഇല്ലാതെ ഇങ്ങനെ ജീവിക്കാന്നുള്ളതിന്. അപ്പോൾ രഞ്ജിത്ത് സാർ അദ്ദേഹം ഇവിടെ അങ്ങനെ തന്നെ പരിചയപ്പെടുത്തി. അല്ലല്ല, ഞാൻ തന്നെ ഇവിടെ ആദ്യമായിട്ടാണ്. പിന്നെ ഏത് ഭാഗത്ത് പോയാലും ഒരു മലയാളി ഉണ്ടാവും, നമുക്ക് അത് പറയണ്ടല്ലോ. അതെ അതെ അതെ. അങ്ങനെ അഷ്റഫ് ഖാനെ പരിചയപ്പെട്ടത് തന്നെ എനിക്ക് നല്ലൊരു ഓണറുമാണ്. കാരണം നമുക്ക് അധികം മലയാളമായാലും സംസാരിച്ചിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓക്കെ. മുജീബ് ഖാൻ എനിക്ക് പരിചയപ്പെടുത്തി നമ്പർ തന്നപ്പോ ഞാൻ വിചാരിച്ചു അദ്ദേഹം ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ള ആളായിരിക്കും കേട്ടോ. പക്ഷെ അദ്ദേഹം 1 മാസം പോലും ആയിട്ടില്ല ഇവിടെ അല്ലേ? ഓക്കെ. ഇവിടെ വർക്ക് ചെയ്യുന്നത് ഞാനിവിടെ ട്രിപ്സ് മേക്കേഴ്സ് തായ്ലാൻഡ് എന്ന് പറഞ്ഞിട്ട് DMC കമ്പനിയാണ്. നമ്മൾ കൂടുതലും ചെയ്യുന്നത് പിന്നെ ഇന്ത്യ, GCC കൺട്രി, അവിടെ നിന്നെല്ലാം ആൾക്കാരെ കൊണ്ടുവരിക ടൂർ. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മുടെ മേഖല തന്നെയാണ്, ടൂറാണ് പരിപാടി. അപ്പൊ അദ്ദേഹം മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഇപ്പൊ ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ ഇപ്പൊ 1 മാസം ആവുന്നുള്ളൂ. താങ്ക് യു. താങ്ക് യു. അപ്പൊ ഞങ്ങളിവിടെ അദ്ദേഹം വർക്ക് ചെയ്യുന്ന ഓഫീസ് ബിൽഡിങ്ങിന്റെ താഴത്ത് റെസ്റ്റോറന്റിൽ നിന്ന് ഒരു ഫുഡൊക്കെ കഴിച്ച് ഇപ്പൊ ഞാൻ ഇറങ്ങുവാണ്. അപ്പൊ എന്തായാലും കാണാം, വിളിക്കാം. നമുക്ക് ഭാവിയിൽ അസോസിയേറ്റ് ചെയ്യാൻ എന്തെങ്കിലും വഴികളുണ്ടോ എന്നൊക്കെ നോക്കാം. ഓക്കെ, ബൈ. അദ്ദേഹത്തിന്റെ നാട്ടിലെ അക്കൗണ്ടിലേക്ക് ഞാൻ നാട്ടിൽ നിന്ന് പൈസ അറേഞ്ച് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ട് അദ്ദേഹം ഇവിടെ എനിക്ക് തായ് ബാത്ത് തന്നിട്ടോ. അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാനേ ചിയാങ് മൈ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകാൻ പ്ലാൻ ചെയ്തത് കേട്ടോ. തായ്ലൻഡിൻ്റെ നോർത്ത് ഭാഗമാണ് കേട്ടോ. നമ്മുടെ മ്യാൻമാറിൻ്റെ ഒക്കെ ബോർഡർ സൈഡായിട്ട് വരും. അയ്യോ,
സംസാരിച്ച് വന്നത് പാർക്കിങ്ങിലേക്കാണ്. ഇതുവഴി വഴിയില്ല, ഇങ്ങനെ പോകാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ചിയാങ്മൈ എന്ന് പറയുന്നത് തായ്ലൻഡിന്റെ നോർത്തേൺ എൻഡാണ് കേട്ടോ. അതായത് നമ്മുടെ മ്യാൻമാറിന്റെയും തായ്ലൻഡിന്റെയും ബോർഡറിൽ വരുന്ന ഒരു സ്ഥലമാണ് ചിയാങ്മൈ. ഒരുപാട് ദൂരമുണ്ട് ട്രാവൽ ചെയ്യാൻ. എനിക്ക് തോന്നുന്നത് 600 കിലോമീറ്ററിന് മുകളിലുണ്ടെന്നാണ്. ട്രെയിനിനാണെങ്കിൽ ഏകദേശം 13 മുതൽ 15 മണിക്കൂറൊക്കെ ഉണ്ട്. രാത്രി ഓവർനൈറ്റ് ട്രെയിൻ ഉണ്ട്, പക്ഷെ എനിക്ക് പകൽ ട്രെയിനിൽ പോയാൽ കൊള്ളാമെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ഇപ്പോൾ രാവിലെ നേരത്തെ പോകണം. നാളത്തേക്ക് ടിക്കറ്റ് കിട്ടുമെന്ന് നോക്കട്ടെ. എവിടെയാണ് റെയിൽവേ സ്റ്റേഷന്, ഏത് തരം ട്രെയിനാണ് കിട്ടുക, ഒരു ഐഡിയ ഇല്ല. എല്ലാം അന്വേഷിച്ചിട്ട് വേണം കേട്ടോ. ഒരു ഭയങ്കര കോമഡി കേൾക്കണോ? അതായത് ഞാൻ കഴിഞ്ഞ ദിവസം ആ അറബ് സ്ട്രീറ്റിൽ നിന്ന് 2-3 നേരം ഭക്ഷണം കഴിച്ചല്ലോ. അപ്പോൾ അവിടുത്തെ ഭക്ഷണത്തിൻ്റെ വിലനെ കുറിച്ചിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിരുന്നു. പക്ഷേ അത്ര സൂചിപ്പിച്ചാൽ മാത്രം പോരാ, അത് ഭയങ്കര ഭീകരമാണ് കേട്ടോ. അവിടുന്ന് ഒരു നേരം ഭക്ഷണം കഴിക്കുന്ന പൈസ കൊണ്ട് സാധാരണ തായ് ഷോപ്പുകളിൽ നിന്ന് തായ് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമുക്കൊരു 4 നേരം കഴിക്കാൻ പറ്റും. അത്രയും ചീപ്പായിട്ട് ഭക്ഷണം കിട്ടുന്ന സംഭവങ്ങളുണ്ട്. നമ്മളെ രഞ്ജിത്ത് സാറിൻ്റെ ഓഫീസ് നിൽക്കുന്ന ആ വലിയ ബിൽഡിംഗ് ഉണ്ടല്ലോ, അതൊരു ഹോട്ടലാണ് ആക്ച്വലി. പിന്നെ അതിനകത്ത് ബിസിനസ് കൊമേഴ്ഷ്യൽ സ്പേസസും ഉണ്ട്. ആ ഹോട്ടലിൻ്റെ താഴത്തെ ഒരു കഫേ പോലെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടൊരു കടയുണ്ട് കേട്ടോ. അവിടുന്ന് ഞാനിപ്പോൾ തായ് ഫുഡ് കഴിച്ചു. റൈസ് ഉണ്ട്, പിന്നെ ഓംലെറ്റ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, കുറേ വെജിറ്റബിൾസ് ഉണ്ട്. സൂപ്പർ ഫുഡായിരുന്നു. 85 ബാത്തേ ആയുള്ളൂ. അത്രയും അടിപൊളി ഷോപ്പിൽ നിന്ന് കഴിച്ചിട്ട് 85 ബാത്തേ ആയുള്ളൂ. ഞാൻ അവിടുന്ന് ഭക്ഷണം കഴിച്ചത് 350 ബാത്തിനൊക്കെയാണ് ഒരു സമയത്ത്. അയ്യോ, കോമഡിയാണ്. എന്തായാലും ഈ ഭാഗത്തൊക്കെ ഒരുപാട് പഴയ ടൈപ്പ് കെട്ടിടങ്ങൾ കാണാനുണ്ട് കേട്ടോ. കണ്ടോ, ഇവിടെ എന്തൊക്കെ വണ്ടികളുടെയൊക്കെ ഷോപ്പുകൾ, സർവീസ് സെൻറ്ററുകൾ, ചെറിയ എന്തൊക്കെ ഇപ്പോൾ AC ഫ്രിഡ്ജൊക്കെ റിപ്പയർ ചെയ്യുന്ന ചെറിയ ഷോപ്പുകൾ, കുഞ്ഞു റെസ്റ്റോറൻറ്റുകളൊക്കെയാണ് കാണുന്നത് കേട്ടോ. ഈ കാണുന്ന റെസ്റ്റോറൻറ്റുകളിലൊക്കെ നല്ല ചീപ്പായിരിക്കും കേട്ടോ ഫുഡ്. വളരെ ചെറിയ പൈസക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടാവും. ഇങ്ങനെ ഒരു ഇച്ചിരി അലമ്പായിട്ടുള്ള പരിപാടികളൊക്കെ ഉള്ള സ്ഥലങ്ങളാണെങ്കിലും എല്ലാം ഭയങ്കര വൃത്തിയാണ് കേട്ടോ. ഇവിടെ കണ്ടോ, ഇങ്ങനെ അലങ്കോലമായിട്ടാണ് കിടക്കുന്നതെങ്കിലും ഇതൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ്. വെറുതെ കച്ചറ ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് വൃത്തികേടാക്കിയിട്ടൊന്നുമില്ല. കണ്ടോ, അയ്യോ ബ്ലോക്കായി. ഇത് കണ്ടോ, ചെടികളൊക്കെ വെച്ചിട്ട്. സംഭവം ബിൽഡിംഗ് ഒന്നും അത്ര മോഡേൺ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ പുതിയതോ നല്ല വൃത്തിയിൽ ചെയ്തതോ ഒന്നുമല്ല. പക്ഷേ അഴുക്കൊന്നും എവിടെയില്ല, കച്ചറയൊന്നും എവിടെയില്ല. ഇതൊക്കെ നമ്മൾ കണ്ട് പഠിക്കുക തന്നെ വേണം. നമ്മൾ രഞ്ജിത്ത് സാറ് പറഞ്ഞു ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ടെന്ന് കേട്ടോ. അതായത് ഒരു ലോക്കൽ മാർക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. തൊട്ടടുത്താണ് അത്ര. ഞാൻ നമ്മുടെ ഹോസ്റ്റലിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഓഫീസ് കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത് ഗ്രാബിൻ്റെ ബൈക്ക് ടാക്സിയിലാണ് കേട്ടോ. ആ ബൈക്ക് ടാക്സി ഓടിച്ചിരുന്നത് ഒരു പെൺകുട്ടിയാണ്. എന്ത് സ്മാർട്ടായിട്ടാണെന്ന് അറിയോ അത് വന്നതും സംസാരിച്ചതും എന്നെ പിക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നാക്കിയതും. ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, ഇങ്ങനെ ബൈക്ക് ടാക്സി ഓടിച്ചിട്ടൊക്കെ പെൺകുട്ടികളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടെ ജീവിക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് നമ്മുടെ നാനാ പ്ലാസിയിലൊക്കെ എന്താ പറയുക, ഒരു അനിശ്ചിതത്വം നിറഞ്ഞ, വേണമെങ്കിൽ അരാജകത്വം നിറഞ്ഞ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. അങ്ങനത്തെ ഒരു ലൈഫ് ഈ ശരീരം വിറ്റ് ജീവിക്കാൻ വേണ്ടിയിട്ട് പെൺകുട്ടികൾ തയ്യാറാവണോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചിട്ടോ. അപ്പം തന്നെ എനിക്കതിന് ഉത്തരവും കിട്ടി. അതായത് അങ്ങനെ കുറേ പേര് അവിടെ ശരീരം വിറ്റ് ജീവിക്കാൻ തയ്യാറായി നിൽക്കുന്നത് കൊണ്ട് കൂടിയാണ് ബാക്കിയുള്ള ആൾക്കാർക്ക് ഇവിടെ തൊഴിലവസരം ഉണ്ടാകുന്നത് കൂടി കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇത്രയും ടൂറിസ്റ്റുകൾ ഈ നാട് തേടി വരില്ലല്ലോ. അങ്ങനെയും കൂടിയുണ്ട്. ഒരു കാര്യം ആലോചിച്ചാൽ അപ്പം തന്നെ അടുത്ത നിമിഷം തന്നെ റദ്ദായിപ്പോയി. അപ്പോൾ ഈ ഭാഗത്ത് എവിടെയാണ് സാറ് പറഞ്ഞ മാർക്കറ്റ് നോക്കട്ടെ. ആ മെയിൻ റോഡിൽ നിന്ന് ചെറിയൊരു റോട്ടിൽ കൂടി അകത്തേക്ക് വന്നപ്പോൾ ആ മാർക്കറ്റിലേക്കുള്ള വഴി ഇതാണ് കേട്ടോ. പോകുന്ന വഴിക്ക് ഇവിടെ ഇങ്ങനെ ഈ കുറേ ആക്രി സംഭവങ്ങളുടെ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കണ്ടോ, ഒരു ചേട്ടൻ ഈ വയറുകൾ, പഴയ വയറുകളാണ്, അതിൽ നിന്ന് ഇങ്ങനെ ഈ വയറിൻ്റെ ഇൻസുലേഷൻ കളഞ്ഞിട്ട് ചെമ്പ് കമ്പി മാത്രമാക്കി എടുക്കുന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കണ്ടോ, ഈ സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ ഈ ക്യാനില്ലേ, അതൊക്കെ പെറുക്കി കൊണ്ടുവന്നിട്ട് ഞാൻ നേരത്തെ ഇങ്ങനെ വന്നപ്പോൾ ഒരു ചേട്ടൻ ഈ സാധനം കൊണ്ട് ഇങ്ങനെ ഇടിച്ചിട്ട് കണ്ടോ, ഇതുകൊണ്ട് ഇങ്ങനെ ഇടിച്ചിട്ട് ഇതൊക്കെ ഇങ്ങനെ പരത്തിയെടുത്തു. എന്നിട്ട് അത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ ഒരു വണ്ടി ഇട്ടിട്ടൊരു ചേച്ചി തിരിക്കുക നോക്കുന്നുണ്ട്. ഇത് എങ്ങോട്ട് പോകാനാണെന്ന് എനിക്കൊരു ഐഡിയ കിട്ടില്ല. ഇവിടെ വഴിയൊന്നും കാണാനില്ല. നേരെ മുമ്പിലേക്ക് പോയി കഴിഞ്ഞാലാണ് മാർക്കറ്റ് എന്നാണ് ആ ചേച്ചി പറഞ്ഞത് കേട്ടോ. മാർക്കറ്റിലേക്ക് എത്തിയപ്പോൾ അത്യാവശ്യം വൃത്തികേടൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ പക്ഷേ ഇത്രയൊക്കെ തന്നെ പറ്റുമായിരിക്കുള്ളൂ. ഇല്ല കേട്ടോ, അധികം പ്രശ്നമൊന്നുമില്ല. മഴ പെയ്തതിൻ്റെ ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇത് അടിപൊളി മാർക്കറ്റാണല്ലോ. എൻട്രി ചെയ്യുന്ന ഭാഗത്ത് തന്നെ ഇതാ ഫ്രൂട്ട്സൊക്കെയാണ്. പൈനാപ്പിളും തണ്ണിമത്തനും തേങ്ങയൊക്കെ ഉണ്ട് കേട്ടോ. തേങ്ങ 30 ബാത്താണ് ഒരു തേങ്ങക്ക്. 15 ബാത്തിൻ്റെയൊക്കെ തേങ്ങ ഉണ്ട് കേട്ടോ. പക്ഷേ വലിയ തേങ്ങയാണ്, കൊള്ളാം.
മാങ്ങയുണ്ട്. ഇവിടെ ഒരു പച്ച മാങ്ങ ഉണ്ട് കേട്ടോ. ഈ മാങ്ങ ഇതാണെന്ന് തോന്നുന്നു. ഈ സ്ട്രീറ്റിലൊക്കെ ചെറിയ കടകളിൽ വെച്ച് ഇവർ വിൽക്കുന്നുണ്ട്. പച്ചയാണെങ്കിൽ പോലും അതിന് നല്ല മധുരം ഉണ്ട് കേട്ടോ. സ്വീറ്റ് നോ സ്വീറ്റ്. ഇതല്ല, ഇത് മധുരമുള്ളതല്ല. ഇവിടെ കമ്മ്യൂണിക്കേഷൻ അത്യാവശ്യം നല്ല പാടാണ് കേട്ടോ. വളരെ അപൂർവം ആൾക്കാർക്ക് ഈ ഒപ്പിച്ചിട്ടുള്ള ഇംഗ്ലീഷ് പോലും അറിയുള്ളൂ. ഇത് അടിപൊളിയാണല്ലോ മാർക്കറ്റ്. ഭയങ്കര ലൈവാണ്. രാവിലെ തന്നെ എന്നോട് രഞ്ജിത്തേട്ടൻ പറഞ്ഞത് വൈകിട്ട് ഭയങ്കര രസമാണെന്നാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ വന്നിട്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവില്ലാന്ന്. പക്ഷേ ഈ സമയത്ത് തന്നെ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കാണ് കേട്ടോ. ഒരു ജംഗ്ഷനിലാണ് നിൽക്കുന്നത്. ഏത് ഭാഗത്തേക്ക് പോകുന്ന ഐഡിയ കിട്ടുന്നില്ല. ഞാൻ ആ പറഞ്ഞ ചേച്ചിയുണ്ടോ ഇതിൻ്റെ ഉള്ളിൽ കൂടി കൊള്ളിക്കുന്ന കാറ്. ഇതെങ്ങനെ ഉള്ളിൽ കൂടി പോവാ? ചെറിയ വഴിയേ ഉള്ളൂ. സാധാരണക്കാർ സാധനം വാങ്ങാൻ വരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. സാധനങ്ങളൊക്കെ കമ്പാരിറ്റീവ്ലി ഇവിടെ ചീപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇതുകൊണ്ട് തന്നെ ആയിരിക്കും സാധാരണ തായ് റെസ്റ്റോറൻറ്റുകളിലൊക്കെ നമുക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ ഭക്ഷണം കിട്ടുന്നത്. ഇതാണ് കേട്ടോ ഇവർ ഈ സാധനം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്നൊരു വണ്ടി. ഒരു വലിയൊരു കൊട്ടയാണ് കണ്ടോ. അതിനിങ്ങനെ 2 ചക്രം വെച്ചിട്ടുണ്ട്. നാളെയല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. നമുക്ക് എന്തായാലും ഈ മാർക്കറ്റിൽ കൂടെ ഒന്ന് ഇങ്ങനെ കറങ്ങി നോക്കാം. എന്തെങ്കിലും കൗതുകമുള്ള സംഭവങ്ങളുണ്ടോ എന്ന് അറിയാലോ. ഇവിടെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ കാണാനുണ്ട്. പക്ഷേ ഞാൻ പഠിച്ച പണി 18 നോക്കിയിട്ടും ഇത് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നില്ല കേട്ടോ. നിങ്ങൾ ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഇതൊന്ന് കമൻറ്റ് ചെയ്ത്. കണ്ടോ എന്തോ ഒരു സാധനം ഇഞ്ചി പോലെ ഉണ്ട് കണ്ടിട്ട് കേട്ടോ. മറ്റേ ചങ്ങായി പറഞ്ഞ കാര്യം വെറും നുണയാണ് കേട്ടോ. നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്ന് പറഞ്ഞ കാര്യം ചോദിച്ചിട്ട് മനസ്സിലാക്കൽ ഏറെക്കുറെ ഇമ്പോസിബിളാണ്. ഇത് ഞാൻ ഇന്നൊന്നും നടന്ന് തീരും തോന്നുന്നില്ല. എത്രയോ ഏരിയ നോക്കി. ഞാനിപ്പോൾ അതിൻ്റെ പകുതിയിൽ നിന്ന് ഇങ്ങോട്ടാണ് വന്നത്. ഇത് തന്നെ അങ്ങോട്ട് കുറേ ദൂരം പോകുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. ഇവിടെ കണ്ടോ ഇവിടുത്തെ ചുമട്ട് തൊഴിലാളികളായിരിക്കും ഒരു പക്ഷേ. കണ്ടോ ഈ ഒരു പച്ച ഇതിട്ടിട്ട് ജാക്കറ്റ് ഇട്ട് നിൽക്കുന്ന ആൾക്കാർ കണ്ടോ. ഇവരാണ് ഈ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആ വണ്ടിയിൽ ഉരുട്ടി കൊണ്ട് നടക്കുന്നത്. ഞാൻ നടന്ന് മാർക്കറ്റിൻ്റെ ഒരു അറ്റത്തേക്ക് ഇങ്ങോട്ട് വന്നു കേട്ടോ. മാർക്കറ്റിൻ്റെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. അങ്ങോട്ട് റോഡ് പോകുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് റോഡ് പോകുന്നുണ്ട്. സോറി ഇവിടെ ഒരു ലോറി നിൽക്കുന്നുണ്ടോ. സർവാഭരണ വിഭൂഷിതയായിട്ട് നിൽക്കുന്ന ഒരു കല്യാണ പെണ്ണിനെ പോലെ അല്ലേ ഉണ്ടോ. പക്ഷെ കളറുകളൊന്നുമില്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ സാധാരണ പല കളറുണ്ടാകും. ഇവിടെ കംപ്ലീറ്റ് സ്റ്റീലാണ്. എന്തായാലും കൊള്ളാം. പച്ചക്കറി കൊണ്ടുവരുന്ന ലോറിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അയ്യോ അപ്പോൾ നമ്മൾ മാർക്കറ്റിൻ്റെ പുറത്തെത്തി. എനിക്ക് തോന്നുന്നത് ആ ഭാഗത്തൂടെ വീണ്ടും മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് ഭാഷേൻ്റെ പ്രശ്നം. പുള്ളിക്കാരന് എനിക്കിത് 5 പീസ് എടുത്ത് പാക്ക് ചെയ്ത് തരാം കേട്ടോ. സംഭവം ഞാനതല്ല പറഞ്ഞത്. കഷ്ടപ്പെട്ട് ഞാൻ ഇത് എന്ത് മീറ്റാണെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അതിൻ്റെ വിലയൊക്കെ ചോദിച്ചതായിരുന്നു കേട്ടോ. പുള്ളി മനസ്സിലാക്കിയത് എനിക്കത് 5 പീസ് വേണമെന്നാണ്. പുള്ളി ഒരു കവറൊക്കെ എടുത്ത് വന്നിട്ട് 5 എണ്ണം എണ്ണി എടുത്ത് പാക്ക് ചെയ്യുന്ന പരിപാടിയാണ്. കമ്മ്യൂണിക്കേഷൻ പ്രശ്നം ചില്ലറ നല്ലത്. സോറി സംഭവം പന്നിയിറച്ചിയാണെന്നുള്ളത് ഞാൻ ഗൂഗിളിൽ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് കൺഫേം ചെയ്തു. അതിങ്ങനെ ഓരോ നീണ്ട 2 പീസുകളായിട്ട് ഇങ്ങനെ ഒരു സംഭവത്തിൽ അങ്ങനെ കോർത്തെടുത്തേക്ക് കേട്ടോ. മുളയുടെ ചീളാണെന്ന് തോന്നുന്നു. അതിലിങ്ങനെ കോർത്തെടുത്തിട്ട് ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. അതിൻ്റെ വിലയൊക്കെ ഇവിടെ എഴുതിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും പ്രത്യേക തരം വിഭവം ഉണ്ടാക്കാനുള്ളതാണോ എന്ന് അറിയില്ല കേട്ടോ. ഒരു ചേച്ചി ഇവിടെ ഒരു പ്രത്യേക രീതിയിൽ ഉണ്ടാക്കിയ ഒരു ബാർബിക്യൂ സംവിധാനം ഉണ്ട് കേട്ടോ. ബാർബിക്യൂ സംവിധാനമാണോ എന്ന് എനിക്കറിയില്ല. അതോ ജസ്റ്റ് ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കണമെന്ന് എനിക്കറിയില്ല. അതിൻ്റെ അടിയിൽ തീയുണ്ട്. കനൽ അതിനകത്ത് കുറച്ച് തൂക്കിയിട്ടേക്കുണ്ടോ ഈ നേരത്തെ കണ്ട ഈ മീറ്റിൻ്റെ പീസസ്. അടുത്തൊരു ബാച്ച് ആ അടുപ്പിൽ കൊണ്ട് വെക്കാൻ വേണ്ടിയിട്ട് ചേച്ചി ഈ ഒരു കോലിലേക്ക് ഇങ്ങനെ കോർത്തെടുക്കുക കേട്ടോ. പക്ഷെ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നുണ്ട്. എല്ലാം എടുക്കുന്നില്ല. അതിൽ നിന്ന് ഇങ്ങനെ നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത് കേട്ടോ. എന്തൊക്കെയോ പരിപാടിയുണ്ട്. ഓക്കെ ബൈ. എനിക്ക് തോന്നുന്നത് ഈവനിങ് ആകുമ്പോഴത്തേക്ക് സ്ട്രീറ്റിൽ ഇങ്ങനെ ഈ മീറ്റ് ചുട്ട് കൊടുക്കുന്ന ചെറിയ കൗണ്ടറുകൾ ഓപ്പൺ ആവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സാധനമായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറച്ചുകൂടി ഇങ്ങോട്ട് നടന്ന് വന്നിട്ട് ഈ ഒരു ഭാഗത്തൂടെ വീണ്ടും നമുക്ക് മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യാം കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെയുള്ള ഫുഡിൻ്റെ കൗണ്ടറുകളുണ്ട് കേട്ടോ. ഫുഡ് കൗണ്ടേഴ്സ് ഉണ്ട്. ഇവിടെ കണ്ടോ ഒരു ഭക്ഷണം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ. ഇതിലത്തെ ഈ കാണുന്ന സംഭവത്തിൻ്റെ ഒരു ഇച്ചിരി പ്രീമിയം രൂപത്തിലുള്ള സാധനമാണ് ഞാൻ രാവിലെ കഴിച്ചത്. അടിപൊളി ഫുഡായിരുന്നു. ഇതിനേക്കാളും ശരിക്കും ഇതിൻ്റെ ഇരട്ടി ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. അതെനിക്ക് അവിടെ നിന്ന് 85 ബാത്ത് മാത്രമേ ഉള്ളൂ. ഇവിടെ ഈ പാക്കറ്റ്സിനൊക്കെ 40 ബാത്താണ് കേട്ടോ. അതിനേക്കാളും കുറഞ്ഞ റേറ്റിലും ഭക്ഷണം കഴിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും കേട്ടോ. ഇങ്ങനെയുള്ള ഈ ചെറിയ കടകളിൽ 5 ഓക്കെ. ഈസ് ദാറ്റ് കുക്ക്ഡ് റൈറ്റ്? ഈറ്റ് ലൈക്ക് ദിസ്. ഓക്കെ. ഇത് സ്റ്റീമിലാത്ര കേട്ടോ ഈ മീൻ.
നമ്മുടെ അയിലല്ലേ, അയിലയാണെന്നാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. ഇത് കുക്ക് ചെയ്തതാണെന്നാണ് പറഞ്ഞത്. ഇത് കുറേ കടകളിൽ ഇങ്ങനെ കണ്ടു കേട്ടോ. 2 എണ്ണം 20 ഭാഗത്തുള്ളൂ, 50 രൂപയ്ക്ക് താഴെ. കൊള്ളാലോ, കണ്ടോ. ഇത് നിറയെ ആൾക്കാർ വാങ്ങിക്കൊണ്ടുപോകുന്നുണ്ട്. ഏരിയയിൽ വന്നപ്പോൾ ഇവിടെ കണ്ടോ ഈ ബാംബൂ ഷൂട്ട്, അത് കുറേ കാണാൻ കേട്ടോ. ബാംബൂ ഷൂട്ട്സ് നമ്മുടെ മുളേൻ്റെ, നമ്മൾ അരുണാചൽ പ്രദേശ് പോയപ്പോഴൊക്കെ നിറയെ കണ്ടില്ലേ. ഇതുകൊണ്ട് ഒരുപാട് സംഭവങ്ങൾ ഇവരുണ്ടാക്കും. എന്തൊക്കെ സാധനങ്ങളാണ്, എന്ത് വൃത്തിയിലും ഭംഗിയിലാണ് ഇരിക്കണതൊക്കെ, നല്ല കളർഫുള്ളായിട്ട്. പക്ഷെ പല സാധനം എന്താണെന്നൊരു ഐഡിയയും കിട്ടുന്നില്ല, അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. സമയം പോകും തോറും ഈ മാർക്കറ്റിലെ തിരക്കും കൂടി വരാൻ കേട്ടോ. ഈ ഭാഗത്തേക്കൊക്കെ എത്തിയപ്പോൾ നിറയെ ആളുകളുണ്ട്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് മീറ്റിൻ്റെ ഏരിയ ആണ് കേട്ടോ. ഇത് പന്നിയിറച്ചീൻ്റെ പല രൂപത്തിലും ഭാവത്തിലുമുള്ള പോർഷൻസൊക്കെ വിൽക്കാൻ വെച്ച കടയാണ് കേട്ടോ. കുറച്ചിങ്ങോട്ട് വന്നപ്പോൾ സ്മെല്ല് വന്നപ്പോൾ തന്നെ മനസ്സിലായി ഇവിടെ മീനിൻ്റെ സെക്ഷൻ ആയിരിക്കും കേട്ടോ. ഇവിടെ ദാ ജീവനുള്ള മീനുകൾ ഇങ്ങനെയുള്ള ടാങ്കുകളിൽ വെച്ചിട്ട് ഇത് എന്ത് മീനാണെന്ന് മനസ്സിലാകുന്നില്ല. മീനിൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ കോഴിയുണ്ട്, താറാവുണ്ട്, ഇങ്ങനെയുള്ള കുറേ ജീവികളെ വിൽക്കാൻ വെച്ചതുണ്ട്. കടകളിൽ കച്ചവടക്കാരായിട്ട് മുഴുവൻ തന്നെ പറയാം, ഭൂരിപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല, മുഴുവനും സ്ത്രീകൾ തന്നെ കേട്ടോ, പെൺകുട്ടികൾ തന്നെയാണ് കച്ചവടക്കാരായിട്ടിരിക്കുന്നത്. താഴെ നല്ല വെള്ളമാണ്, വീണ് കഴിഞ്ഞാൽ കോമഡി ആവും. ഇവിടെ ഈ മാർക്കറ്റിൻ്റെ ഈ ഒരു ജംഗ്ഷനിൽ കണ്ടോ ഒരു ആള് ഒരു കച്ചവടം കേട്ടോ, ഫ്രൈഡ് ചിക്കൻ. ഇങ്ങനെ ഒരു കുഞ്ഞി വണ്ടിയിൽ ഇയാൾ ഇവിടെ വെച്ചിട്ട് തന്നെ ചിക്കൻ പൊരിച്ചു കൊടുക്കുകയാണ്. ഹൗ മച്ച്? 20 ബാത്ത്. ആ കണ്ടോ, ഒരു ഡ്രം സ്റ്റിക്ക്, ഒരു കോഴിക്കാല് ഇങ്ങനെ പൊരിച്ചെടുത്തത് 20 ബാത്തുള്ളൂ. അതായത് 20 ബാത്ത് എന്ന് പറയുമ്പോൾ 50 രൂപേൻ്റെ താഴെ ഉണ്ടോ. നല്ല ചീപ്പായിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അത് എന്ത് എണ്ണയാണെന്നൊന്നും ചോദിക്കരുത് കേട്ടോ. 20 രൂപക്ക് അത് കിട്ടേണ്ട ആവശ്യമുള്ള ആൾക്ക് അത് എന്ത് എണ്ണയാണെന്ന് അറിയേണ്ട ആവശ്യവും ഉണ്ടായിരിക്കില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ ഏകദേശം ഇനി നമ്മൾ കണ്ടതൊക്കെ തന്നെയാണ് വീണ്ടും കാണാനുള്ളത്. അതുകൊണ്ട് ഞാനിങ്ങോട്ട് ഈ വഴിക്ക് ഒരു പുറത്തേക്കുള്ളൊരു വഴി കിട്ടിയപ്പോൾ അത് ഏത് വഴിയാണെന്ന് അറിയില്ല, ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിട്ടോ. ഇനി എന്ത് ചെയ്യാണെന്ന് എനിക്കറിയില്ല. എനിക്ക് വേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ചിയാങ്മൈ പോകാനുള്ള ട്രെയിനിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യണം. അത് മുൻകൂട്ടി ബുക്ക് ചെയ്തില്ലെങ്കിൽ പോകാൻ പറ്റില്ല, ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് ഒരു അഭിപ്രായം കിട്ടിയത്. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കണം, എങ്ങനെയാണ് ബുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അത് നോക്കട്ടെ. എവറിത്തിങ് ഫുൾ സെയിം. ആ ഓക്കെ 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 ഓക്കെ. ഇവിടെ കണ്ടോ, ഇവിടെ കുറച്ച് ആമകൾ കണ്ടോ, ആമകൾ. ഒരു ഭംഗിയുള്ള ഒരു ടൈപ്പ് ഓഫ് ആമ. ഇതിന് ഒന്നിന് 80 ബാത്താണ് അത്രേ. ഇവിടെ അതിൻ്റെ കുറച്ച് വലിയ ആമയുണ്ട്. പിന്നെ കണ്ടോ പ്രത്യേകതരം മീനുകളൊക്കെ കണ്ട പാമ്പിനെ പോലെ ഉണ്ട് കണ്ടോ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പാമ്പിനെ പോലെ ഉണ്ട്. അതിൻ്റെ തലയൊക്കെ കണ്ടോ. പക്ഷേ ഇതൊന്നും കഴിക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ കൊണ്ടുപോകുന്നത് ആൾക്കാർ. ഇത് പുള്ളി ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന പോലെ ഒരു സൈന് കാണിച്ചു തന്നെ. എനിക്ക് വെറുതെ വീട്ടിൽ വളർത്താൻ വേണ്ടിയിട്ടൊക്കെ കൊണ്ടുപോകുന്നതായിരിക്കും, അതാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ആ മാർക്കറ്റിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഈ റോഡ് സൈഡിൽ കൂടെ നടന്ന് വന്നപ്പോൾ ഇവിടെ കണ്ടൊരു സംഭവമാണ് കേട്ടോ. ഇവിടെ അതിൻ്റെ അപ്പുറത്തായിട്ട് വീണ്ടും ഇതേപോലത്തെ കടകളുണ്ട്. അലങ്കാര ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വളർത്തുന്നതായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഇൻട്രസ്റ്റിംഗ് സംഭവം കണ്ടിട്ടോ. നമ്മുടെ ദോശയൊക്കെ പോലത്തെ സാധനമാണ്, തീരെ കനം കുറഞ്ഞൊരു സംഗതിയാണ് കേട്ടോ. ഇതിന് 40 ബാത്താണ് അത്രയും ഒരു പാക്കറ്റിന്. പക്ഷേ കോമഡി ഇതൊന്നുമല്ല, ഇത് ഉണ്ടാക്കുന്നതാണ്. ഇത് ഉണ്ടാക്കുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. കണ്ടോ, ഇവിടെ ഒരു വലിയൊരു പാത്രത്തിൽ മാവുണ്ട്. ഈ 2 പേര് അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ആ കയ്യിൽ ആ മാവ് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ ഇങ്ങനെ എടുക്കും, എന്നിട്ട് അത് കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് ആ ചട്ടിയിൽ വെച്ചിട്ടൊന്ന് ഉരക്കും കേട്ടോ, ഉരസും കണ്ടോ. ഇപ്പം കാണും, രസമായിരുന്നു സംഭവം കണ്ടോ. എന്നിട്ട് അങ്ങനെ എടുക്കും കണ്ടോ. അപ്പോൾ കുറച്ച് ആ ചട്ടിയിലാവുമല്ലോ, അതാണ് വേവിച്ചിട്ട് ദോശ പോലെ എടുക്കുന്നത് കണ്ടോ. ചുമ്മാ പെയിൻറ്റ് ചെയ്യുക, ചട്ടിൻ്റെ മുകളിൽ പെയിൻറ്റ് ചെയ്യുക. നമ്മൾ ഇവിടെ പോയില്ലേ ആന്ധ്രാപ്രദേശിൽ പൂത്തരേക്കലു കണ്ടില്ലേ, ഏകദേശം അതിൻ്റെ വേറൊരു രൂപമാണ് കേട്ടത്. ആന്ധ്രാപ്രദേശിൻ്റെ ആൾക്കാരുടെ എല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ള സ്വീറ്റ് ആയിട്ടുള്ള പൂത്തരേക്കലു ഉണ്ടാക്കുന്നതിൻ്റെ വേറൊരു രൂപമാണ് ശരിക്കും ഇത്. അതവരൊരു തുണി കൊണ്ട് ഇങ്ങനെ ഒരു കലത്തിൻ്റെ മുകളിലാക്കുകയാണ്. അതിന് പകരം ഇവരിങ്ങനെ ജസ്റ്റ് ഈ മാവ് ഇങ്ങനെ ചട്ടിൻ്റെ മുകളിലൊന്ന് വെച്ചിട്ടെടുക്കും. എന്താ അല്ലേ പരിപാടി. ഇതേ എവിടെയും തന്നെ വേറൊരു പെൺകുട്ടി ഇരുന്നിട്ടും സെയിം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ അല്ലേ, ഇതാണ് അവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. അത് കുറേ എണ്ണം ഉണ്ട്, ഒരു പാക്കറ്റിൽ ഒരുപാട് എണ്ണം ഉണ്ട്. ആ ഒരു പാക്കറ്റിന് 40 ബാത്തേ ഉള്ളൂ. അത് കൊള്ളാം.
ഈ ഒരു സംഭവം ഞാനിപ്പോൾ കുറേ സ്ഥലങ്ങളിലായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഒരു ഐഡിയയും കിട്ടില്ല. ഞാൻ 2-3 പേരോട് ചോദിച്ചു ഇതെന്താണെന്ന്, എനിക്ക് മനസ്സിലായില്ല. അവർ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ നോക്കിയപ്പോഴാണ് അതിന്മേൽ പേര് കണ്ടത് കേട്ടോ. അത് തായ് ഭാഷയിലാണ്. അപ്പോൾ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇത് ഫെർമെൻറ്റഡ് റൈസ് നൂഡിൽസ് ആണ് കേട്ടോ. ഇത് വെച്ചിട്ട് ഇവർ ഒരുപാട് ഭക്ഷണ വിഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇവരുടെ ഫേവറേറ്റ് സാധനമാണത്രേ. ഇതിങ്ങനെ കുറേ കടകളിൽ വിൽക്കുന്നുണ്ട് കേട്ടോ. കാരണം ആ മാർക്കറ്റിനകത്തും പുറത്തിറങ്ങിയപ്പോഴൊക്കെ ഒരുപാട് ഷോപ്പുകളിൽ ഇത് കണ്ടു. ഇതിൻ്റെ വലിയതും ചെറുതുമായിട്ടുള്ള കുറേ പാക്കറ്റ്സ് ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് അവരുടെ ബ്രാൻഡിൻ്റെ പേരെന്തോ ആണെന്ന് അറിയില്ല, എനിക്ക് ഒരു ഐഡിയ ഇല്ല. എന്തായാലും ഇത് ഫെർമെൻറ്റഡ് റൈസ് നൂഡിൽസ് ആണ്. ക്ഷീണിച്ചു ഒരു സംഭവം മനസ്സിലാക്കി എടുത്തപ്പോഴത്തേക്ക്. കുറച്ച് നേരം ഈ ബസ്സിൽ കയറിയിട്ട് എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് ആലോചിക്കാം കേട്ടോ. ഇപ്പോൾ ചൂടുമാണ്, ക്ഷീണിച്ചു. കുറച്ച് നേരം എ സിയിലിരിക്കാമല്ലോ. എങ്ങോട്ടെങ്കിലും പോയാലും ബസ്സിൽ കയറി എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് ആലോചിച്ചിട്ട് ബസ് കയറാൻ വെയിറ്റ് ചെയ്തതാണ്. പിന്നെ വന്ന ബസ് സാധാരണ ബസ്, അതിനകത്ത് എ സി ഒന്നുമില്ല. ബസ്സിലൊന്നും കയറിയില്ല. ഞാനൊരു 1/2 കിലോമീറ്റർ കൂടി നടന്ന് ഇവിടെ ഒരു മെട്രോ സ്റ്റേഷനിൻ്റെ അടുത്തെത്തിട്ടോ. ചിയാങ്മായി പോകണമെങ്കിൽ ക്രം തേപ്പ് അഭിവാത്ത് എന്ന് പറയുന്ന ഒരു സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങോട്ടുള്ള ട്രെയിൻ നമുക്ക് MRT ഇവിടുന്ന് കിട്ടും എന്നാണ് അറിഞ്ഞത്. എന്തായാലും പോയി നോക്കാം. ക്രം തേപ്പ് അഭിവാത്ത് അതാണ് കേട്ടോ സ്റ്റേഷൻ്റെ പേര്. ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം ഞാൻ ഇതുവരെ അധികമൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇവിടെ ഇനി കാർഡ് വേണോ, ക്യാഷ് വെച്ചിട്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. ഇവിടെ ടിക്കറ്റ് വെൻഡിങ് മെഷീൻ കിട്ടി. പക്ഷേ എത്ര തിരഞ്ഞിട്ടും നമ്മുടെ ക്രം തേപ്പ് എന്ന് പറയുന്ന ആ സ്റ്റേഷൻ കാണാനില്ല കേട്ടോ. അപ്പോഴാണ് ആ സ്റ്റേഷൻ്റെ വേറൊരു പേരാണ് ഇത്ര ബാങ്സ് എന്ന് പറഞ്ഞ സ്റ്റേഷൻ. അപ്പോൾ അത് നമ്മൾ പ്രസ് ചെയ്തപ്പോൾ 45 ബാത്താണ് പറയുന്നത് കേട്ടോ. 55 ബാത്ത് ചേഞ്ചും കിട്ടി, ടോക്കണും കിട്ടി. ഓക്കെ, പ്ലാറ്റ്ഫോം നമ്പർ 2-ലാണ് ഇത്ര നമ്മുടെ ട്രെയിൻ കേട്ടോ. ഞാൻ ഇപ്രാവശ്യം വന്നിട്ട് ആദ്യമായിട്ടാണ് MRTയിൽ കയറുന്നത്. മുമ്പ് വന്നപ്പോഴൊക്കെ ഞാൻ എയർപോർട്ടിൽ നിന്നൊക്കെ ഇങ്ങോട്ട് ട്രെയിനിൽ ഈ മെട്രോയിൽ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഫസ്റ്റ് ടൈമാണ്. ഈ ക്രം തേപ്പ് അഭിവാത്ത് എന്ന് പറയുന്ന സ്റ്റേഷൻ ഇവരിവിടെ ആ പേര് ഉപയോഗിക്കുന്നില്ല കേട്ടോ. എനിക്കൊരാൾ പറഞ്ഞതാണ്. പക്ഷേ ഇവരിവിടെ ആരും, ഞാൻ ഈ സെക്യൂരിറ്റിനെ ചോദിച്ചപ്പോൾ അവരൊന്നും ആ പേര് ഉപയോഗിക്കുന്നില്ല. അവരൊക്കെ ഒന്നിങ്ങനെ കൺഫ്യൂഷനായിട്ട് പിന്നെ ബങ്സ്യു എന്ന് പറയാണ്. ബങ്സ്യു എന്നാണ് ശരിക്കും ഇവർ അതിൻ്റെ പേര് ഉപയോഗിക്കുന്നത്. മണി. Yes. മണി. Yes. Spelling? It's MANEE. മണി. Yes. The meaning is ruby. Ruby. Okay, nice. I'm a YouTuber making travel videos. Very good. Okay. Many YouTubers Okay. make do a YouTube in Thailand. Yes. No, actually I'm here to book my ticket to go to Chiang Mai. Yes. Okay, can you help me to Yes. find the booking counter? Yes. Of course. ഓക്കെ, താങ്ക് യു. ഞാൻ ജസ്റ്റ് ട്രെയിൻ ഇറങ്ങിയിട്ട് ഇങ്ങനെ വരുമ്പോൾ ഇദ്ദേഹം വന്ന് ചോദിക്കാൻ കേട്ടോ, ഇന്ത്യയിൽ നിന്നാണോ വന്ന്. അപ്പോൾ അതേന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നു. അപ്പോൾ ഹെൽപ്പായിപ്പോൾ. ഞാനിപ്പോൾ അല്ലെങ്കിൽ ഇത് അന്വേഷിച്ച് നടക്കണം. അപ്പോൾ അദ്ദേഹം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. You speak India? മലയാളം. ഇറ്റ്സ് മൈ നാറ്റീവ് ലാംഗ്വേജ്. നോട്ട് ഹിന്ദി. Hindi, not Not Hindi. Okay. മൈ സ്റ്റേറ്റ് ഈസ് കേരള, southern most state of India. You are from Thailand, Bangkok? From Pathum Thani, Rangsit. Okay. The north of Bangkok. North. Yes, north Okay. Him. Okay, from there. She studied there in India? Yes, in university. I don't remember the name of university, but in Delhi, New Delhi. No, not Delhi. No. ഇദ്ദേഹത്തിൻ്റെ കസിൻ, പുള്ളിക്കാരി കല്യാണം കഴിച്ചത് ഒരു ഇന്ത്യക്കാരനെ ഉണ്ട്. അതാണ് പുള്ളിക്കാരന് ഇന്ത്യക്കാരോട് ഒരു ഇഷ്ടമുണ്ട്. നാഗാലാൻഡിൽ നിന്നുള്ള ഒരു ആളെയാണ് കസിൻ കല്യാണം കഴിച്ചതെന്നാണ് പറഞ്ഞത്. ഇദ്ദേഹം എന്നെ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഇദ്ദേഹം വന്നില്ല എന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ കുറച്ചധികം സമയം ഇത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടി വന്നേനെ. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വന്നത് MRT അല്ലേ, മാസ് റാപ്പിഡ് ട്രാൻസിറ്റ് മെട്രോ സംഭവം തന്നെ. പക്ഷേ നമുക്ക് നാളെ പോകേണ്ട ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ട്രെയിൻ ആയിരിക്കുമല്ലോ. അപ്പോൾ അത് ഇതിൽ നിന്ന് കുറച്ച് വിട്ടിട്ടോ വേറെ ഭാഗത്തൊക്കെ ആയിരിക്കും അതിൻ്റെ സ്റ്റേഷനും ബുക്കിംഗ് കൗണ്ടറും ഒക്കെ. ഇത് കണ്ടോ, ലോങ് ഡിസ്റ്റൻസ് ട്രെയിൻ, അതിൻ്റെ ടിക്കറ്റ്സൊക്കെ ഈ ഭാഗത്താണ്. അതായത് നാഗാലാൻഡിലത്തെ ആൾ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞില്ല, അദ്ദേഹത്തിൻ്റെ കസിൻ. അവരിപ്പോൾ താമസിക്കുന്നത് ചിയാങ്മൈയിലാണത്രേ. ഞാനിപ്പോൾ പോകാൻ ഉദ്ദേശിച്ച ആ ഒരു പ്രോവിൻസിലാണത്രേ. അപ്പോൾ അദ്ദേഹം അവരുടെ ഫോട്ടോ എന്തൊക്കെ എനിക്ക് ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. His wife is my cousin. My cousin. Okay. She is a professor in Chiang Mai Professor? University. Yes. Oh, okay. Not professor, but teacher.
ടീച്ചർ University. ഓക്കെ യൂണിവേഴ്സിറ്റി. ഞങ്ങളൊരു സെൽഫി എടുത്തിട്ട് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കാൻ കേട്ടോ. I sent to them already. ഓക്കെ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അവരോട് പറയാം ഞാൻ അങ്ങോട്ട് ചെല്ലുന്നുണ്ട് എന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്. ഇവർ യൂസ് ചെയ്യുന്നത് ലൈൻ എന്ന് പറയുന്ന ആപ്പാണ് കേട്ടോ. നമ്മൾ ലൈൻ യൂസ് ചെയ്യാത്തതാണ്. ഡോണ്ട് യു യൂസ് വാട്സാപ്പ്? നോ. Huh? WhatsApp? No, WhatsApp? no. No. Only I line. have Facebook. Facebook? Okay. Do you have? Yes. Oh, okay. യെസ്, നമ്മളിവിടെ ഈ ടിക്കറ്റ് കൗണ്ടേഴ്സിൽ എത്തിട്ടോ. Huh? പക്ഷേ ഒരു പ്രശ്നം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് മുൻകൂട്ടിയിട്ട് മീൻസ് ഒരു 5-6 ദിവസം മുമ്പെങ്കിലും റിസർവ് ചെയ്യേണ്ടതാണെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഈ വലിയ ക്ലാസ്സിൽ ട്രാവൽ ചെയ്യാൻ താല്പര്യമല്ല. എനിക്ക് ഈ ലോക്കൽ 3rd ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു, നമ്മുടെ അൺറിസർവ്ഡ് ക്ലാസ്സില്ലേ, ജനറൽ കമ്പാർട്ട്മെൻറ്റ്, അങ്ങനത്തെ ക്ലാസ്സിൽ പോകുമ്പോഴാണ് നമുക്കൊരു പൾസ് കിട്ടുക. നോക്കട്ടെ. അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ടോ 230 ഭാഗത്തുള്ളൂ. അതായത് നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് പുറപ്പെട്ടിട്ട് മറ്റന്നാൾ പുലർച്ചെ 4 മണിക്ക്, അതായത് 14 മണിക്കൂർ യാത്രയുണ്ട്. അത് ഞാൻ എടുത്തിരിക്കുന്ന ടിക്കറ്റ് 3rd ക്ലാസ്സിലാണ് കേട്ടോ. ആക്ച്വലി ഞാൻ പ്ലാൻ ചെയ്തത് തന്നെയാണ് 3rd ക്ലാസ്സിൽ എടുക്കാം എന്നുള്ളത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ 3rd ക്ലാസ്സിൽ മാത്രമേ ടിക്കറ്റ് അവൈലബിൾ ആയിട്ടുള്ളൂ. മറ്റേ ക്ലാസ്സിലൊന്നും ടിക്കറ്റ് ഇല്ല. 4-5 ദിവസം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. എന്തായാലും 3rd ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇദ്ദേഹം എന്നോട് പറഞ്ഞത് നിങ്ങൾ കഷ്ടപ്പെടും, ബുദ്ധിമുട്ടുന്നൊക്കെയാണ്. ശരിക്കും എനിക്കും തോന്നുന്നുണ്ട് ചിലപ്പോൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടും. ഞാനിപ്പോൾ പല രാജ്യങ്ങളിൽ പോകുമ്പോഴും നമ്മൾ ഈ വലിയ ക്ലാസ്സിൽ ചുമ്മാ കയറി ഇരുന്നിട്ട് അവിടെ പോയി ഇറങ്ങാന്നുള്ളതല്ലാതെ നമുക്ക് വേറെ എക്സ്പീരിയൻസസ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇത് എക്സ്പീരിയൻസ് കുറച്ച് കൂടിപ്പോയാലുള്ളൂ. എന്തായാലും നോക്കാം നമുക്ക് തായ്ലൻഡിലെ 3rd ക്ലാസ് ട്രെയിനിലെ യാത്ര എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. നമ്മുടെ അപ്പൂപ്പൻ നമ്മളെ വിട്ട് പോയിട്ടില്ല കേട്ടോ. അദ്ദേഹത്തിൻ്റെ വൈഫിനെ ഇവിടെ വെച്ചിട്ട് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അവർ ഓൺ ദ വേ ആണ്, എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുവന്നു. നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ ഒരുമിച്ച് എന്നിട്ട് ഞാനുണ്ടല്ലോ ഒരു 4-5 ദിവസം പട്ടിണി കിടന്നിട്ട് ഭക്ഷണം കിട്ടിയ പോലെയാണ്. അത്യാവശ്യം ഇംഗ്ലീഷ് അറിയുന്ന ഒരാളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് ഒന്നും കഴിക്കാൻ വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ നിർബന്ധിച്ചപ്പോൾ ജസ്റ്റ് ഒരു ബോട്ടിൽ വെള്ളം മാത്രം വാങ്ങിച്ചിട്ട് അദ്ദേഹം അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഒരു ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു തായ് ഫുഡാണ്. യെസ്, നമ്മുടെ ഫുഡ് റെഡിയാണ് കേട്ടോ. കുറച്ച് റൈസ്, ഒരു ഓംലെറ്റ്, ബുൾസൈ, പിന്നെ കുറച്ച് ചിക്കൻ. ഇതാണ് കേട്ടോ ഫുഡ്. 60 ബാത്താണ് ഇതിൻ്റെ പ്രൈസ്. സ്പൂണും ഫോർക്കും ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ചോദിച്ചപ്പോൾ ഇവിടെ ഒരു ടേബിൾ ചൂണ്ടിക്കാണിച്ചു തന്നു. ഓക്കെ. ഇവിടെ കോമൺ ആയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്, നമുക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ വൈഫ് വരാൻ ഇനിയും സമയമുണ്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ തന്നെ ഇരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ചോദിച്ചപ്പോൾ ഫോൺ ചെയ്ത് സംസാരിക്കുന്നതിനേക്കാൾ ഈസി ചാറ്റ് ചെയ്യുന്നതല്ലേ. അപ്പോൾ ഞാൻ വാട്സപ്പ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, അപ്പോൾ അദ്ദേഹം ലൈൻ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം എൻ്റെ ഫോണിൽ ലൈൻ ഇൻസ്റ്റാൾ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മെസ്സേജ് അയച്ച് ഇപ്പോൾ ഫുൾ സെറ്റായിക്കണം. പാവം മനുഷ്യൻ, എന്ത് ഹെൽപ്പാന്ന് നോക്കിയേ. മെട്രോ ട്രെയിൻ ഇറങ്ങിയപ്പോൾ മുതൽ എൻ്റെ കൂടെയാണ്. ഇപ്പോൾ കുറേ സമയമായി. ടിക്കറ്റ് എടുക്കാനും ഒക്കെ ഭയങ്കര ഈസിയായി എനിക്കില്ലെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിരുന്നു. ചിരിക്കുന്നുണ്ടോ? ഇദ്ദേഹം എൻ്റെ വയസ്സ് ഗസ് ഇതാണ് കേട്ടോ. എന്നോട് പറഞ്ഞു ഭയങ്കര ചെറുപ്പാണല്ലോ. You are about 25 years old. 75? 25. Eh? 25. 25? 25. വളരെ കുറഞ്ഞു പോയല്ലോ. താങ്ക് യു വെരി മച്ച്. എന്നെ കണ്ട 25 വയസ്സായെന്ന് തോന്നുന്നു. ആക്ച്വലി ഐ ആം 40. 40? 40 above. 40 above. Oh, you look young. In order. Then no problem, you can stay there. Okay, thank you very much. ഇദ്ദേഹം നമ്മൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ ചിയാങ്മായിൽ ഇപ്പോൾ പറഞ്ഞില്ലേ, ഒരു റോബർട്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് കേട്ടോ. അദ്ദേഹത്തിൻ്റെ കസിനെ കല്യാണം കഴിച്ച ആളുടെ പേര് റോബർട്ട് എന്നാണ്. അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ ഉണ്ടെങ്കിൽ, അദ്ദേഹത്തിന് മെസ്സേജ് അയച്ചിട്ട് കിട്ടിയിട്ടില്ല. പുള്ളി തിരക്കുള്ള ആളാണ്, യാത്ര ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടുവാണെങ്കിൽ എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇദ്ദേഹത്തിന് അവിടെ ഒരു ഫാം ഉണ്ട് ഇത്രേ. ആ ഫാമിനകത്ത് ഒരു കുഞ്ഞ് വീടുണ്ട്. ഷോ മീ ദ ഹൗസ്. ഒരു ചെറിയൊരു വീടാണ്. അവിടെ വേണമെങ്കിൽ എനിക്ക് താമസിക്കാനുള്ള സൗകര്യം സെറ്റാക്കി തരാമെന്നൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, അവിടെ കുറേ ആയിട്ട് ഇതാണ് വീട് കേട്ടോ. കുറേ ആയിട്ട് അവിടെ ആൾ താമസിക്കുന്നില്ല. അപ്പോൾ കറണ്ട് കണക്ഷൻ ഇല്ലാത്ത സ്ഥലമാണ്. പക്ഷേ സോളാറുണ്ട്. അത് ഓക്കെ ആണോ, വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അദ്ദേഹത്തിന് അറിയില്ല. അപ്പോൾ എന്തായാലും റോബർട്ടിൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ അവിടെ താമസിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, നൈസ്. That's why there is good roads. Okay, nice to meet you. Okay, nice to meet you. I'm very lucky to meet you here. Okay. Thank you for everything. Okay. Thank you. Keep in touch. Take care. Okay. Bye bye. Okay. മാമൻ്റെ
ഞാൻ മണിമാമൻ എന്നാട്ടോ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇല്ല മണിമാമൻ്റെ വൈഫ് അവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അവരെ മീറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോകാൻ കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ആക്ച്വലി നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഇരിക്കുന്നത് കൊണ്ട് പുള്ളിക്കൊരു കമ്പനി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഇരുന്നതാണ് കേട്ടോ. ഏകദേശം അരമണിക്കൂറിലധികം സമയം ഞങ്ങൾ പിന്നെയും വെറുതെ സംസാരിച്ചിട്ടിരുന്നു. അപ്പോൾ ലൈൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇനി അതുവഴി ബാക്കി കമ്മ്യൂണിക്കേഷൻ നടത്താൻ തീരുമാനിച്ചു. എന്തായാലും ഞാൻ സ്റ്റേഷനിൽ പുറത്തേക്ക് പോട്ടെ. ഇത് അത്യാവശ്യം വലിയ സ്റ്റേഷനാണ് കേട്ടോ. പുറത്തിറങ്ങി നോക്കുമ്പോൾ കണ്ടോ ഭീമാകരമായ സ്റ്റേഷനാണ്. ഇത് പുറത്തുണ്ടാ ഒരു മഞ്ഞ യൂണിഫോം ഇട്ട കുറച്ച് പേര് ഗ്രൂപ്പായതിന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. എന്തായാലും ഞാനിപ്പോൾ എങ്ങോട്ട് പോകുമെന്ന് എനിക്കൊരു ഐഡിയ ഒന്നുമില്ല. ഇത് ഒരുപാട് വലിയ സ്റ്റേഷനാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ മുമ്പിലൊക്കെ ഒരുപാട് വിശാലമായിട്ടുള്ള ഏരിയയാണ്. നേരെ മുമ്പിൽ നോക്കി കഴിഞ്ഞാൽ വലിയൊരു ഫൗണ്ടൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ഹോസ്റ്റൽ ബുക്ക് ചെയ്തു, മാറ്റിനി ഹോസ്റ്റൽ കേട്ടോ. 350 330 എങ്ങാണ്ട് തായ് ഭാഗത്താണ് അതിൻ്റെ ചാർജ് കേട്ടോ. ബുക്ക് ചെയ്തിട്ടില്ല ആക്ച്വലി. ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ പേയ്മെൻറ്റ് ചെയ്യണം, അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ ബുക്ക് ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ ഒരു ഗ്രാബ് ബുക്ക് ചെയ്തു. 36 തായ് ഭാഗത്തിന് ബൈക്ക് നമ്മളവിടെ കൊണ്ടാക്കും. 1 കിലോമീറ്ററും സംതിങ് ആണ് ദൂരമുള്ളത്. ഗ്രാബ് ജസ്റ്റ് ബുക്ക് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു 5 സെക്കൻഡ് 10 സെക്കൻഡിനകത്ത് ആൾ പിക്കപ്പ് ചെയ്യും. വളരെ ഫാസ്റ്റാണ്. ഓക്കെ, നമ്മുടെ സുഹൃത്ത് വന്നു കേട്ടോ. അതായത് 36 ഭാഗത്താണ് കേട്ടോ ഈ ഗ്രാബിന് ഓൺലൈനിൽ കാണിച്ച പൈസ. ഈ ബൈക്ക് വരുന്നതിൻ്റെ തൊട്ട് മുമ്പിൽ വേറൊരു ബൈക്ക് ടാക്സിക്കാരൻ അവിടെ വന്നു കേട്ടോ. അത് ഓൺലൈൻ ടാക്സി അല്ല, നോർമൽ സാധാരണ ബൈക്ക് ടാക്സിയാണ്. പുള്ളി ഇതേ ദൂരം പോകാൻ എന്നോട് പറഞ്ഞ സംഖ്യ എന്ന് പറയുന്നത് 100 ഭാഗത്താണ് കേട്ടോ. അപ്പോൾ പരമാവധി ഗ്രാബ് അവൈലബിൾ ആയ സ്ഥലങ്ങളിൽ ഗ്രാബ് മാത്രം യൂസ് ചെയ്യുക. മറ്റേത് നോർമൽ ടാക്സിക്ക് നല്ല റേറ്റ് വ്യത്യാസമുണ്ട്. ഈ 36-ന്റെ പകരമാണ് പുള്ളി പറഞ്ഞത് 100 ഭാഗം. അപ്പോൾ ഇത് ഭയങ്കര ലാഭല്ലേ ഗ്രാബ്. കണ്ടോ, ഇതാണ് നമ്മുടെ സ്റ്റേഷൻ കേട്ടോ. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഇതാണ്. ഭയങ്കര ഭീകര സൈസാണ്. എത്രയോളം നീളാന്ന് പറയും അവിടുന്ന് തുടങ്ങിയിട്ട്. ഇതൊക്കെ ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ്. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ മാറ്റിനി ഹോസ്റ്റലിൽ എത്തിട്ടോ. ഇവിടെ വന്നു. ഇനി ചെക്ക് ഇൻ ചെയ്യണം. ഞാൻ ബുക്ക് ചെയ്തിട്ടില്ല. എന്താണ് സംഭവം നോക്കട്ടെ. ഇത് ശരിക്കും അടിപൊളിയാണ് കേട്ടോ. ഞാൻ ചെക്ക് ഇൻ ചെയ്തു. ഐ എം സ്പീക്കിംഗ് ഹിയർ. ഓക്കെ, ചെക്ക് ഇൻ ചെയ്തു. ഹലോ, ഗുഡ് നെയിം? യുവർ നെയിം? ടിഫ്നി. Nice to meet you too. ഇത് ശരിക്കും നല്ല അടിപൊളി സർവീസ് ആണ് കേട്ടോ. നമ്മൾ അവിടെ കണ്ടതുപോലെ ഒന്നല്ല. Okay, this is. Okay, yes. Oh, this is your room. Okay. And then I will show for you this room. Okay. This is women and men for showering room. Okay. Yes. And then this is women only for showering room. Okay. And our hostel have iron and iron stand already Okay. have. And the washing machine, dryer machine already have on this Drying area. machine. Yes. Okay. Oh, okay. This area. This machine need 40 bed separately. Okay. Nice. Yes. Okay. Yeah. This is your room. This is private room. Yes. Yes. Okay. And then this is your locker. Okay. Yes, locker. Nice. ഇതാണ് നമ്മുടെ ബെഡ്. This is your But bed. just 4 beds in this room, No, right? this place have 8 person, but right now 2 person only. Oh, okay. This is for me. Yeah, this is for you. I choose for you near window. Okay. This is like or not Thank like. you very much. Okay. This is our hostel Wi-Fi username, password, and house rule. Yes, okay. Thank you. Thank you very much. Nice. Thank you. Have a Okay. good evening. Thank you. Kopenhagen. Okay. എന്തോന്നടേ ഇത്? എന്ത് അടിപൊളിയാണ്. 400 ബാത്ത്. ആക്ച്വലി 400 ബാത്ത് ഇല്ല ഇതിന്. 316 ബാത്തുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കാർഡ് എന്തോ പ്രശ്നമുണ്ടെന്ന്. ഓൺലൈനിൽ എനിക്കിത് ബുക്ക് ചെയ്തിട്ട് വരുമായിരുന്നെങ്കിൽ 316 ബാത്ത് കൊടുത്താൽ മതി കേട്ടോ. 316 ബാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300, 600, 750 രൂപയൊക്കെ ഏകദേശം വരുന്നത്. എന്ത് അടിപൊളി സർവീസാണ്. സർവീസ് മാത്രമല്ല, ഈ സംഭവങ്ങൾ നോക്കിയേ, എന്തൊരു വൃത്തിയാണ്. കംപ്ലീറ്റ് വൈറ്റാണ്. എന്നിട്ട് പോലും ഒരു സ്പോട്ട്, ഒരു പുള്ളി നമുക്കിവിടെ ഒരു പാടൊന്നും ഇവിടെ കാണാൻ പറ്റില്ല. അയ്യോ, അടിപൊളി. ഞാൻ പറഞ്ഞില്ലേ, ചായയും കോഫിയൊക്കെ ഫ്രീ ആണ്. നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത ഹോസ്റ്റലിൽ അതൊന്നുമില്ല കേട്ടോ. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ 10 ഇരട്ടി ഹെവി എന്ന് വേണമെങ്കിൽ ഇതിനെപ്പറ്റി പറയാൻ പറ്റും. മാറ്റിനി ഹോസ്റ്റൽ അടിപൊളി സെറ്റ്. വേറൊരു കോമഡി എന്താ വെച്ച് കഴിഞ്ഞാലേ, ഇതിപ്പോൾ 8 പേർക്കുള്ള റൂമാണ് കേട്ടോ. 8 ബെഡ് ഉണ്ട് ഇതിനകത്ത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ആകെ 2 പേരുള്ളൂ. ഇന്നത്തെ ബുക്കിങ്ങിൽ ശരിക്കും 2 പേര് മാത്രമേ ഉള്ളൂ. ഞാനും വേറൊരാൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ശരിക്കും നമുക്കിതൊരു റൂമൊക്കെ കിട്ടുന്ന പോലെ തന്നെയാണ്. പിന്നെ മാത്രമല്ല, ഇവിടെ കണ്ടില്ലേ, നമ്മൾ കഴിഞ്ഞ ഹോസ്റ്റലിൽ താമസിച്ചതിനേക്കാളും ഒരു കേർട്ടൻ ഉണ്ട്. കേർട്ടൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫുള്ള് അത്യാവശ്യം നല്ല പ്രൈവസിയും ഒക്കെയാണ്.
ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമുക്ക് ഇവിടുത്തെ ബാത്റൂമും കൂടി ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കോമൺ ഏരിയ ഉണ്ട് കേട്ടോ, ലോബി പോലത്തെ ഒരു സ്പേസ് ഉണ്ട്, ഇവിടേക്ക് ഇരിക്കാനൊക്കെ പറ്റും. ഇവിടെയുണ്ട്. ഇങ്ങോട്ടാണ് വാഷ്റൂമൊക്കെ വരുന്നത് കേട്ടോ. അത് നേരത്തെ അവർ പറഞ്ഞു തന്നായിരുന്നു നമുക്ക്. ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കോമൺ ആയിട്ട് യൂസ് ചെയ്യാനുള്ള കുളിക്കുന്ന റൂമാണ്, കുളിമുറിയാണ്. ഇത് വുമൻ സ്ത്രീകൾക്ക് മാത്രം കുളിക്കാനുള്ള റൂമാണ് കേട്ടോ. ഇത് കോമൺ ആയിട്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും യൂസ് ചെയ്യാനുള്ള ടോയ്ലറ്റാണ്. ഈ ഭാഗത്ത് സ്ത്രീകൾക്ക് മാത്രം യൂസ് ചെയ്യാനുള്ള ടോയ്ലറ്റാണ്. ഇതാണ് കേട്ടോ കുളിമുറിക്കകത്തുള്ള കാഴ്ച കാണാനുള്ളത്. എന്താ നോക്കിയേ, എന്ത് അടിപൊളി കുളി റൂമാണ്. കുളിമുറി നോക്കിയാൽ എന്ത് വൃത്തിയാണ്, എന്ത് അടിപൊളിയാണ്. 4 പേർക്ക് കുടിക്കാനുള്ള സൗകര്യമുണ്ട്. അതേപോലെ തന്നെ ഇപ്പുറത്തുള്ള 4 പേർക്ക് ടോയ്ലറ്റ്, 4 ടോയ്ലറ്റ്സും ഒരുമിച്ചുണ്ട്. കണ്ടോ, എല്ലാം അടിപൊളി, ഒന്നും പറയാനില്ല. എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് താഴേക്ക് ഇറങ്ങാം കേട്ടോ. കോമൺ ഏരിയയിലൊക്കെ എന്തൊക്കെയാണ് സൗകര്യങ്ങളില്ലെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതിൻ്റെ അകത്തേക്ക് ഷൂ ഇടാൻ അനുവദിക്കുന്നില്ല എന്നുള്ളത് നല്ലൊരു തീരുമാനമാണ് കേട്ടോ. ഇത് ശരിക്കും ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് നമ്മൾ മുംബൈയിൽ പോഡ് ഹോട്ടലിൽ പോയില്ലേ, പോഡ് ക്യാപ്സ്യൂൾ ഹോട്ടലിലൊക്കെ പോയില്ലേ, അതിൻ്റെ അകത്തൊക്കെ കിടക്കുന്ന സെയിം ഫീൽ ഉണ്ട് കേട്ടോ. ഇതൊരു ഹോസ്റ്റലാണ്, ഡോർമെട്രി അങ്ങനെയൊന്നും പറഞ്ഞാൽ പോരാ. ഇതിനെ നമ്മൾ സാധാരണ ഡോർമെട്രി എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ചെറുതായി പോകും. ഇത് അതൊക്കെ മേലേക്ക് എന്തൊക്കെയോ സംഭവമാണ്. കണ്ടോ, 2 പവർ പ്ലഗ് ഉണ്ട്, അതിൻ്റെ ഒപ്പം ഒരു USB പോർട്ടും ഒരു C ടൈപ്പ് പോർട്ടും ഉണ്ട്. പിന്നെ നല്ല സ്പീഡിലെ വൈഫൈ ഉണ്ട്. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് ഞാനിപ്പോൾ പുറത്തിറങ്ങി. ഇപ്പോൾ സമയം 7:15 പുറത്തിറങ്ങി നോക്കുമ്പോൾ ഇവിടെ ഒരു ഹാപ്പനിങ് ആയിട്ടുള്ള പ്ലേസ് ആയിട്ട് തോന്നുന്നില്ല. ഇവിടുത്തെ ഈ കടകളൊന്നും ഓപ്പൺ അല്ല. ഇവിടെ ഒന്നും ഒരു വെളിച്ചമില്ല, വെളിച്ചക്കുറവുള്ളൊരു സ്ഥലമാണ്. ഇവിടെയൊക്കെ കുറേ കടകളൊക്കെ ഉണ്ട്, പക്ഷെ ഇതൊന്നും ഓപ്പൺ അല്ല. ഇതിപ്പോൾ അങ്ങോട്ട് നടന്നാലും പ്രത്യേകിച്ചൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ദൂരെ നിന്ന് നോക്കിയപ്പോൾ ഇവിടെ ഒരു വെളിച്ചം കണ്ടപ്പോൾ ഞാനിവിടെ ഒരു കടയുണ്ട് എന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ. ഇത് കടയൊക്കെ തന്നെ, എൻ സ്പോർട്സ്, പക്ഷേ അതും ക്ലോസ്ഡ് ആണ്. ഞാൻ വല്ല 7-11 ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാലോ എന്ന് വിചാരിച്ചിങ്ങനെ വന്നതാണ് കേട്ടോ. പക്ഷെ കാര്യമില്ല. നമ്മുടെ ഹോസ്റ്റലിലെ കിച്ചൺ, അവിടെ കിച്ചണില്ല, അവർ പുറത്തുനിന്നുള്ള ഫുഡ് നമുക്ക് കൊണ്ടുതരും. അത് ക്ലോസ് ചെയ്യുന്നത് 9 മണിക്കാണ്. അപ്പോൾ അതിന് മുമ്പ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കിട്ടും. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള മെനു ആണ്, കുറച്ച് ഐറ്റംസേ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങി കഴിക്കാം. ഇനിയിപ്പോൾ എനിക്ക് വയ്യ അത് അന്വേഷിച്ച് നടക്കാൻ. ചെറുതായിട്ട് മഴ ചാറി തുടങ്ങിയിട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഹോസ്റ്റലിലേക്ക് തന്നെ വന്നു. ഇവിടെ ഭയങ്കര രസമാണ്. ഇവിടെ ഇങ്ങനെ ഈ ലോബിയിൽ ഇങ്ങനെ ഇരിക്കാൻ, കോമൺ സ്പേസിൽ ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. കുറച്ച് സമയം ഇവിടെ ഇങ്ങനെ ഇരുന്നു. ഫുഡ് ഓർഡർ ചെയ്യാൻ ഇതിനകത്ത് 8 ഐറ്റംസേ കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനകത്ത് പടുത്തായി എന്നൊരു ഐറ്റം എനിക്ക് പരിചയമുള്ള സാധനമാണ്, എനിക്ക് ഇഷ്ടമാണ് കഴിക്കാൻ, പക്ഷേ അതിനകത്തില്ല. അപ്പോൾ ഞാൻ തൊമ്യം സീ ഫുഡ് സൂപ്പ് ഓർഡർ ചെയ്തിട്ടോ. കുറച്ച് റൈസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇവർക്ക് ഇവിടെ കിച്ചണില്ല, അപ്പോൾ പുറത്തുനിന്നാണ് കൊണ്ടുവരുന്നത്. എന്തായാലും അരമണിക്കൂർ കൊണ്ട് എത്തുമെന്ന് പറഞ്ഞു. ഇവിടെ കണ്ടോ, ഈ കോമൺ സ്പേസിൽ അവിടെ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ട് കേട്ടോ. അതിൻ്റെ അപ്പുറത്ത് ഇരിക്കാനുള്ള ബീൻ ബാഗുകളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ബെഡ് പോലെ സംഭവം ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ റെഫ്രിജറേറ്റർ ഉണ്ട്. നമുക്ക് നമ്മുടെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വേണമെങ്കിൽ ഇവിടെ സൂക്ഷിക്കാൻ പറ്റും. കുറേ ദിവസമൊക്കെ സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നമ്മുടെ പേരും ഡേറ്റും എഴുതിയിട്ട് വേണം ഫ്രിഡ്ജിനകത്ത് വെക്കാൻ കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചൂടാക്കുകയാണെങ്കിൽ മൈക്രോവേവ് അവനുണ്ട്, കോഫി ടീ ഉണ്ടാക്കി കഴിക്കാനുള്ള മെഷീനുണ്ട്. ഇതൊക്കെ ഫ്രീ ആണ് കേട്ടോ. പിന്നെ ഇതാ ഇവിടെ വെള്ളത്തിൻ്റെ മെഷീൻ ഉണ്ട് കേട്ടോ. ഫുഡ് ഓർഡർ ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പ്ലേറ്റുകളൊക്കെ എടുത്തിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. കഴുകിയിട്ട് അവിടെ വെച്ചാൽ മതി. ഇത്രയും സൗകര്യങ്ങൾ ഇവിടെ ഇവർ ഈ ഒരു ചാർജിന് നമുക്ക് തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫുഡ് വന്നു കേട്ടോ. കണ്ടോ, കുറച്ച് റൈസ്, പിന്നെ ഇതാണ് തൊമ്യം സൂപ്പ്. അറിയാലോ, കുറേ വെജിറ്റബിൾസ് ഉണ്ടാവും. തൊമ്യം സീ ഫുഡാണ് കേട്ടോ. ഇത് മറ്റു പല ചിക്കനിലൊക്കെ ഉണ്ടാക്കും എന്ന് തോന്നുന്നുണ്ട്. എനിക്ക് ഒരുപാടൊന്നും അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. ഒരു രസമുള്ള, എനിക്ക് ഇത് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പുളിയുള്ളൊരു തരം സൂപ്പാണ്. കണ്ടോ, ഇതിനകത്ത് മഷ്റൂംസ് ഉണ്ട്, വേറെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്, വെജിറ്റബിൾ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. പക്ഷേ മെയിനായിട്ട് ഇതാ നമ്മുടെ ഷ്രിംസാണ്, സീ ഫുഡ്. ഷ്രിംസ് മാത്രമല്ല, വേറെ എന്തൊക്കെയോ ചെറിയ ഐറ്റംസ്, ക്ലാംസോ എന്തൊക്കെയോ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിന്നർ കേട്ടോ. ഇവിടെ അധികം ബഹളം ഉണ്ടാക്കി സംസാരിക്കാൻ പറ്റില്ല. ഞാൻ അതുകൊണ്ടാണ് പതുക്കെ സംസാരിക്കുന്നത്. ഇത് സാധനം നോക്കട്ടെ, ഒരു ഉണ്ടുണ്ട്. എന്താണെന്ന് മനസ്സിലായില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ സൂപ്പ് ഒഴിച്ചിട്ട് റൈസ് കഴിക്കാൻ പറ്റുമോ? സൂപ്പർ.
സൗത്ത് കൊറിയക്കാർക്ക് കിംചി എന്നൊക്കെ പറയുന്ന പോലെ തായ്ലൻഡുകാർക്ക് ഒരു വികാരമാണ് കേട്ടോ തോമ്യം സീ ഫുഡ് സൂപ്പ്. സാംസ്കാരികവും ചരിത്രപരവുമായിട്ട് ഒരുപാട് ആഴത്തിൽ വേരുകളുള്ള ഒരു തായ് വിഭവമാണ്. എരിവും പുളിയും ഉപ്പും ചെറുതായിട്ട് മധുരവും ഒക്കെ സമീകൃതമായിട്ട് ചേർത്ത് തയ്യാറാക്കുന്ന ഈ സൂപ്പ് തായ്ലൻഡിൻ്റെ പാചക പാരമ്പര്യത്തിൻ്റെ സിമ്പിളാണെന്ന് വേണമെങ്കിൽ പറയാം. രുചിക്കപ്പുറം തോമ്യം അതിൻ്റെ ഔഷധ ഗുണങ്ങൾ കൊണ്ടും പ്രസിദ്ധമാണ് കേട്ടോ. തായ് പാരമ്പര്യ വൈദ്യത്തിൽ ഉപയോഗിക്കുന്ന പല ഔഷധങ്ങളും സുഗന്ധവ്യഞ്ജനങ്ങളും ഇതിൻ്റെ ചേരുവകളാണ്. ഇന്ന് തായ് സംസ്കാരത്തിനെ ആഗോളതലത്തിൽ പ്രതിനിധീകരിക്കുന്ന തരത്തിൽ തോമ്യത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ രാവിലെ മാർക്കറ്റിൽ കൂടി നടന്നപ്പോൾ ഒരു പ്രത്യേകതരം ഇഞ്ചി കണ്ടില്ലായിരുന്നോ? ആ ഒരു സാധനം തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക്. ഇത് കുറേ വലിയ വലിയ പീസുകൾ കിടക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, കണ്ടാലും ഇഞ്ചി പോലെയല്ലേ? ഞാൻ 2-3 പീസ് കഴിച്ചു കേട്ടോ. അതായത് ഇഞ്ചി കഴിക്കുന്ന പോലെ ഒന്നുമില്ല, അത്ര കുത്തുന്ന ഫ്ലേവറല്ല, പക്ഷേ ഒരു ടേസ്റ്റൊക്കെ ഉണ്ട് കഴിക്കാം. പക്ഷേ ഇത് കുറേ കഴിക്കാൻ കഴിയില്ല. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടി ഇടുന്നതായിരിക്കില്ല, അതിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇടുന്നതായിരിക്കും. ഞങ്ങൾക്ക് കൂടെ വെറുതെ കഴിക്കണ്ടല്ലോ. എന്തായാലും 2-3 പീസ് ഞാൻ കഴിച്ചു. അത്യാവശ്യം എരിവുണ്ട് കേട്ടോ കുറേ കഴിഞ്ഞപ്പോൾ. എന്തായാലും ഇതാ തീരാറായി. ഇത് അടിപൊളിയാണ് സംഗതി. ഇനി ഒരു പാത്രം കൊണ്ടുണ്ടെങ്കിലും എനിക്ക് ഇതിൻ്റെ വെള്ളം കുടിക്കാൻ പറ്റും കേട്ടോ. അത് അത്രയും ഇഷ്ടമായി എനിക്ക്. എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയിട്ടൊരു ദിവസം എന്നൊക്കെ പറയില്ലേ. ഇന്നലെ ഞാൻ കഷ്ടപ്പെട്ടു, ഇന്നിപ്പോൾ അതിൻ്റെ പ്രശ്നമൊക്കെ തീർന്ന് എനിക്കിന്ന് കാശ് കിട്ടി. അതിനുശേഷം നല്ലൊരു മാർക്കറ്റിൽ പോയത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതിന് പുറമെ നമ്മുടെ മണിമാമനെ പരിചയപ്പെട്ടത് ഭയങ്കര രസമായിരുന്നു. നല്ലൊരു മനുഷ്യൻ, അടിപൊളി മനുഷ്യൻ. പിന്നെ ഇവിടെ ഹോസ്റ്റലിലെത്തിയത് മൊത്തത്തിൽ അടിപൊളിയായിട്ടൊരു ദിവസമായിരുന്നു. പിന്നെ ഇന്ന് ഫുള്ള് തായ് ഫുഡാണ് കഴിച്ചതും. അപ്പോൾ എന്തായാലും അടിപൊളിയൊരു ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നാളെ ഉച്ചക്കാണ് നമുക്ക് ട്രെയിന്. അപ്പോൾ അതിൻ്റെ 1 മണിക്കൂർ മുമ്പ് അവിടെ എത്തണം. എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ കാണാം. ബൈ.